നടരാജ റീത്ത് മേടിച്ചായിരുന്നോ? ആ ഇവിടെ വലിയ റീത്ത് തന്നെ. അവന്മാർ കൊണ്ട് വയ്ക്കുമ്പോൾ അവന്മാർ റീത്തിനേക്കാളും മികച്ച് നിൽക്കണം നമ്മുടെ റീത്ത്. ആ അത് കണ്ടല്ലോ 500 രൂപയെ. ആ കുഴപ്പമില്ല. മാറ്റർ എഴുതിയോ അതിൽ വെക്കാനുള്ളേ? എന്താ വായിച്ചേ? ആ എടാ ആശംസകളല്ല, ആദരാഞ്ജലികൾ. റീത്തിൽ ആരെങ്കിലും ആശംസ എന്ന് എഴുതുമോ? എൻ്റെ നടരാജ നീ ഒരു വലിയ തോൽവി തന്നെ. ആ കറക്റ്റ് തിരുത്തണം. ആദരാഞ്ജലികൾ ദാ അതിൽ വരണം ദാ, അല്ലെങ്കിൽ അന്നത്തെ പോലെ അതിന് ആരാഞ്ജലികൾ എന്നാക്കി എഴുതിക്കൊണ്ടിരില്ല. ശ്രദ്ധിച്ച് എഴുത്. ആ ശരി ശരി. ഓ ഒരു കാര്യം എന്തെങ്കിലും ഏൽപ്പിച്ച ഒരു ആശംസകളോ? നല്ല ഫാസ്റ്റ് പാർട്ടി മണികളും. എനിക്കങ്ങ് സന്തോഷം വരെ ഇതൊക്കെ കേട്ടിട്ട്. അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കാൻ ആരെങ്കിലും എഴുതോ ക്ലീറ്റ അങ്ങനെയൊക്കെ? അതിപ്പോ സംഭവിച്ചു പോയി. അതിനു മുമ്പേ പ്രമുഖ നേതാക്കന്മാർ അതെല്ലാം പരിശോധിച്ചിട്ടേ ഇതൊക്കെ കൊണ്ട് വെക്കുള്ളൂ. അങ്ങനെ ദൈവം ശവത്തിൽ വെക്കുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ചത് നന്നായി. ക്ലീറ്റോ ഒരു കാര്യം ചെയ്യും ക്ലീറ്റോ, നിങ്ങളുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും സംവിധായകനോട് പോയി പറ. നല്ല സൂപ്പർ കോമഡി സിനിമ ഉണ്ടാവും, ആൾക്കാർ ചിരിച്ച് മരിക്കും. ഓ പക്ഷെ അങ്ങനെ കഥയുണ്ടാക്കുമ്പോ നീ അതിന്റെ ഭാഗമാവുമല്ലോ, ഒരു കഥാപാത്രം ആവുമല്ലോ. അപ്പൊ ചിരിക്കാൻ ഭാഗം കൂടുതൽ കിട്ടും. അല്ല അതുണ്ടല്ലോ, ചിരിക്കാനല്ല, ഇങ്ങനെ പൊട്ടന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അതിനുവേണ്ടി ഞാനുണ്ടാവും. ഈ പൊട്ടന്മാർ ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണേ. സമ്മതിച്ചല്ലോ പൊട്ടന്മാരാണെന്ന്. അല്ല ഡാഡി, ഈ നടരാജ മാമൻ പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞില്ല, എന്തേലും നടക്കോ? പിന്നെ നടക്കും. അങ്കമാലിയിലെ പ്രധാനമന്ത്രിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേണം നമ്മുടെ പ്രധാനമന്ത്രിനെ അവിടെ കൊണ്ടുവന്നിരുത്താൻ. രാവിലെ അമ്മയും മോളും കൂടെ ഒരുമിച്ച് സംഘം ചേർന്ന് തന്നെ ആക്രമിക്കാൻ പ്ലാനിട്ട് ഇറങ്ങിക്കണാണോ? രണ്ടുപേർക്കും വേറെ ജോലിയൊന്നുമില്ല. നിനക്ക് പഠിക്കാന്നല്ലേടി? നിനക്ക് അടുക്കള പണിയല്ലോ ഒന്നുമില്ലേ? എന്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഒരു പണിയില്ല? ഓ ഇല്ലെങ്കിൽ 24 മണിക്കൂർ പണി എന്നാ ഒരു ചായ എടുത്തിട്ട് വാ. ചായയിലെ കുറച്ചു മുമ്പ് കുടിച്ചത്. ഒരു നേരം ഒരു ചായ കുടിക്കാവുന്ന എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു ചായ വേണം. ക്ലീറ്റോന് അതിന് മാത്രമുള്ള അധ്വാനമില്ല. ഒരു ചായക്കുള്ളതൊക്കെ ഒരു വീട്ടിൽ ചെയ്യണുള്ളൂ ക്ലീറ്റോ. ഓ നാളെ ഞാൻ താഴത്തെ വീട്ടിൽ പോയി ചായ കുടിച്ചോളാം. ചെന്ന് ചോദിക്കും, ചിലപ്പോൾ തരും. ആ എന്താടാ? അതെന്തേ? അപ്പൊ പറയാഞ്ഞെന്താ? ആണോ? ആ ശരി 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 ശരിയടാ. നോക്കിയോ? ഓ അതെ, അമ്മ ആലപ്പുഴന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. തീവണ്ടി അതിന്റെ അമ്മ രത്നമ്മ ശതാബ്ദി ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അയ്യോ അല്ല, ഈ വയസ്സാകാലത്ത് ഈ അമ്മയ്ക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഒന്ന് ഇവിടെ അടങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അവിടെ അടങ്ങി നിൽക്കണം. ഇത് അവിടെ ഇവിടെ തിരുവനന്തപുരം ആലപ്പുഴ ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക. എന്നെ പറഞ്ഞു ഇവിടെ കുറച്ച് ദിവസം അടങ്ങി നിൽക്കാൻ, കേൾക്കണ്ടേ? മോനെ, അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. പിന്നെ ക്ലീറ്റോന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ ഇപ്പൊ നിൽക്കണ്ട. എനിക്കെന്ത് നേടാൻ? അവരുടെ പേരിൽ മാത്രമേ രത്നമുള്ളൂ. അവരൊരു പുണ്ണാക്കൂല്ലെന്ന് എനിക്കറിയില്ല. മാസം കിട്ടണ ഒരു പെൻഷൻ 12,000 കുണുക. ക്ലീറ്റോന് അതുമില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയാം, ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇച്ചിരി പുഴമീൻ മേടിച്ചോണ്ടിരാ. അതെവിടെ? അതൊന്നും കേൾക്കൂല. അയ്യോ ചായ. ആ പക്ഷെ അത് പോണില്ല, അത് പറക്കണമെന്നില്ല. ഡാഡി ഉണ്ടാക്കി നേരെ പറപ്പിക്കാൻ പഠിക്കണത്. അതിങ്ങനെ ഊകണം. അതൊക്കെ എയർ ഇതിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാര്യം പറഞ്ഞേ, മോള് വേഗം വന്നേ. എന്റെ പൊന്നെ, 2 ദിവസം മുമ്പ് വിളിച്ചു പറഞ്ഞത് അവിടെയൊക്കെ മെനയാക്കി ഇടണം എന്ന്. മാറ്റം കൂട് എത്തും. നീ വാ, എന്നെ സഹായിക്കണ്ടേ? പോണേ. ഇതെന്താടി ഇത്? ഈ പൂവൊക്കെ ഇവിടെ ആരടി പിച്ച് പറിച്ചിട്ടേക്കണത്? അത് ഈ റാണിമാർക്ക് കണ്ട് ഇങ്ങനെ കറങ്ങൂല്ലേ പൂവൊക്കെ. നിന്നെ ഞാൻ ശരിയാക്കൂട്ട തക്കളി. ബാക്കിയൊക്കെ ഞാനല്ലല്ലോ, ഇത് മാത്രമല്ലേ ഉള്ളൂ ഞാൻ. അതെ, അത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? നീ ഉപദ്രവിക്കാതിരുന്നാ മതി, സഹായിക്കണ്ട. മാറങ്ങോടെ. അമ്മ ഇത് കണ്ടാ മതി. ഒരു ചൂടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. അമ്മ എന്താടി ഇത് കൊള്ളാല്ലേ? ഇതെന്താ ക്ലീറ്റ കിടക്കണേ? ഇത് ഇതോ അല്ല. എടേ, 4 ആൾ അറിയണം. നാട്ടുകാർക്ക് സേവനം ചെയ്യുന്ന വലിയൊരു പാർട്ടിയുടെ കൊടിതോരണങ്ങളാണ് ഈ കിടക്കണത്. അതിനെന്താ കുഴപ്പം? ആ സാധനം അവിടെയാണോ കിടക്കേണ്ടത്? നിങ്ങളോട് എത്ര ദിവസം ഞാൻ പറഞ്ഞത് എടുത്തു വെക്ക്, ക്ലീറ്റ് എടുത്ത് വെക്കുന്നത്.
എടാ ഇതിനെ പിന്നെ ഇനി കട്ടിൽ വിട്ട് വീടിനകത്ത് കിടത്താൻ ആ കിടത്തുകൊണ്ടോയി എത്തടി പറയണേ അതവിടെ കിടക്കണേ നിനക്ക് നിന്നെ വല്ല ശല്യം ചെയ്താ ഡാഡി ഇത് ഞാൻ ഞാൻ തൂത്തുവാരി ഒരു വശത്തെ കൂടി മനുഷ്യൻ നന്നാക്കിക്കൊണ്ട് കളിക്കാതെ വിടും കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോകും അങ്ങോട്ട് അമ്മ കാണണ്ട പിന്നെ അമ്മ കണ്ട ഇതങ്ങ് തിന്നു കളയും കണ്ടോ അത് അവിടെ കൂട്ടിയിട്ടു അതവിടെ കിടന്നോട്ടെ ഈറ്റും അത് അകത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെക്കാൻ എടി, അത് ഇന്ന് വൈകിട്ട് പരിപാടി ഉണ്ട് അതിന് കൊണ്ടുപോകണം നിങ്ങൾ ഈ ആണ്ടിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് അത് എടുത്തു നോക്കുള്ളൂ ഇത് ആരിത് ഇതെന്താണ് നടന്നു വരുന്ന അമ്മ ഞാൻ ആലപ്പുഴയിൽ നിന്ന് നടന്നു വരുമല്ല ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വരുക ഓട്ടോ സമരമായിപ്പോയി ഒരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ വണ്ടി വിട്ടു തരൂലേ പാർട്ടി ഓഫീസിൽ നിന്ന് അത് നിന്റെ പാർട്ടി ഓഫീസിൽ വണ്ടി ഉണ്ടോ സൈക്കിളല്ലേ ഉള്ളു വണ്ടി ഉള്ളവരൊക്കെ ഉണ്ട് അതിന്റെ അടുത്ത് പിന്നെ നിനക്കെന്താ വലിയ ചിരി ഇതെന്റെ മക്കളെ നീ ഇതെന്തോന്നാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് ഈ വീടും പരിസരം ഇതെന്തോന്നാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അടിക്കുമായിരുന്നമ്മ ഇത് ഇന്നലെ അടിച്ചതാ ഞാൻ പിന്നെ ഇതെന്തോന്നാണ് നീ കളിച്ചതായിരിക്കും പിന്നെ അല്ലാതെ എന്തോന്ന് അത് തന്നെ അവൾ ആ പൂ മുഴുവൻ അവിടെ പിച്ച് പറിച്ചിട്ടാണ് അവൾക്ക് ഇച്ചിരി കളി കൂടുതലാ അച്ഛോ ക്ലീറ്റസ് ഓരോ ദിവസം കഴിയും തോറും നിന്റെ തൊലിക്കട്ടി കൂടി കൂടി വരികയാണെന്നാ തോന്നുന്നത് ശരി ഇപ്പൊ ഡാഡി സ്കിന്ന് തൊടുമ്പോ ഭയങ്കര കട്ടി മരടി ഒരു പഴവടത്തിനാണ് അത്ര പറയണത് അതെ അതൊന്നുമല്ല അല്ലടേ ഇവിടെ ഈ വീടും മുറ്റവും പരിസരവും ഒക്കെ ഒരു വല്ലാത്ത വെളിച്ചം നീ വല്ല മരങ്ങളും വല്ല ഇവിടെ ആരെങ്കിലും വെട്ടി മുറിച്ച് മാറ്റിയാ എന്തോ ഒരു കണ്ണ് പൊളിച്ച് വരുന്നു പൊളിക്കും അമ്മ പറഞ്ഞു വന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഏതാ മരം ഞാൻ വെട്ടി വിറ്റുന്നു അതല്ലേ അല്ല നീ അത് ചെയ്യാതിരിക്കുന്നവനൊന്നുമല്ല എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല പാലായിൽ ഇഷ്ടം പോലെ മരം നിപ്പുണ്ട് അങ്ങനെ മുറിക്കണമെങ്കിൽ എനിക്ക് അവിടെ പോയി മുറിച്ച് വെക്കാം അമ്മ ഒരു തമാശ പറഞ്ഞോ നിങ്ങൾ അതും പിടിച്ചോണ്ടിരിക്കണ്ട അമ്മക്ക് ആലപ്പുഴ പോയിട്ട് ഒരു കുറവില്ലല്ലേ അമ്മ എന്തോന്ന് അല്ല അമ്മയുടെ വർത്താനത്തിന് എന്റെ പൊന്നെ എന്റെ ഈ നാക്കും കൂടെ ഇല്ലാതെ നീയൊക്കെ എന്നെ വച്ചേക്ക് വരുന്ന എന്നാലും അമ്മ വന്നപ്പോ ഇച്ചിരി പുഴമീൻ മേടിച്ചോണ്ട് വരായിരുന്നു ഞാൻ ഇനി അവിടുന്ന് പുഴമീനും വാരി കെട്ടിക്കൊണ്ട് വരാൻ പോവുക അല്ലടാ ഞാൻ നിന്നെ കുറിച്ച് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞല്ലേ ആ വാർത്ത അതിലേക്ക് ആലപ്പുഴ എത്തിയോ അമ്മ ടി വിയിൽ വായിച്ച പത്രത്തിൽ വായിച്ചോ എന്തോന്ന് വാർത്ത അല്ലെ എന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകണമെന്നുള്ളത് മണ്ണാ കേട്ട അതൊന്നുമല്ല നീ ഏതോ കാറ്ററിങ്ങിന് പോയെന്നാ അവിടുന്ന് കുറെ പൈസ കിട്ടിയെന്നൊക്കെ അറിഞ്ഞ് കാറ്ററിംഗ് ആയപ്പോ ബിരിയാണി ചെമ്പ് കുടിച്ചിട്ട് താണ്ടെ ഡാഡിയുടെ ഇവിടെ അത്രയും പുള്ളി അതൊക്കെ പോയി ആ എന്നാ ഇവൻ ബിരിയാണി ചെമ്പിൽ കൈയിട്ട് കാണും അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല അമ്മ ഞാൻ ചോദിച്ചോട്ടെ ആലപ്പുഴയിൽ നിന്ന് മോൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ ഇവിടെ വന്നിട്ട് എനിക്കിട്ട് താങ്ങണമെന്ന് വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ അമ്മ എനിക്കിട്ടും തോന്നണ്ട നീ ദേഷ്യപ്പെടാതെ ചുമ്മാ നിനക്ക് ദേഷ്യം വരാൻ നേരെ ചുണ്ടി പിടിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ഞാൻ നിന്നെ ചായ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട കഴിച്ചോ കഴിച്ച് ഷുഗറൊക്കെ എങ്ങനെയുണ്ട് ആ ഷുഗറിനൊന്നും ഒരു കുഴപ്പമില്ല പഞ്ചാര ഇട്ടാ ചായയിൽ പിന്നെ ഞാനിപ്പോൾ വന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഏതാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് കനകന പെൻഷൻ കാശ് വേണ്ടെന്ന് പറഞ്ഞല്ലേ അതും കൂടെ നമുക്ക് തരാന്ന് ആയിരിക്കും അത് പൊന്നെ നിനക്ക് പെൻഷൻ കാശ് ഈ ഒറ്റ വിചാരമല്ലേ ഉള്ളൂ അതൊന്നും അല്ല പിന്നെ തരാം പ്രമാണം എഴുതി തരാനാ ഇനി അതും കൂടെ അങ്ങോട്ട് എഴുതി തരാം അപ്പം എല്ലാം തികയുമല്ല മോശക്കാരനല്ല എന്തായാലും അതൊന്നും അല്ല പിന്നെന്താ നിന്റെ അച്ഛൻ ഹബീൽദാർ മരിച്ചിട്ട് നാളെ 20 വർഷം തികയുവാ നീ മറന്നുപോയല്ലോടി കുഞ്ഞെ അത് പിന്നെ അമ്മ ഇവിടെ 5 വർഷം ആയി കഴിഞ്ഞ കാര്യം തന്നെ ഓർമ്മയില്ല 20 വർഷം ആയ കാര്യം അവനവൻ്റെതായ ഒന്ന് വരുമ്പോഴേ അവനവനൊക്കെ ഓർമ്മ വരും അല്ലാതെ ഒന്നും ഓർമ്മിക്കത്തില്ല അത് നമുക്ക് എന്ത് വേണോ അമ്മ പറഞ്ഞോ എന്തിനും ഈ പരിമോൻ തയ്യാറാണ് എങ്ങനെ ആഘോഷിക്കണം എന്തായാലും വേണ്ടില്ല എന്റെ ഹബീൽദാർ സ്വർഗത്തിരുന്നത് കണ്ട് സന്തോഷിക്കണം അത് മാത്രമേ ഉള്ളൂ അതിനാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭൂമിയിലിരിക്കുന്ന കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കണം അപ്പൊ അത് കണ്ട് ഹബീൽദാർ അവിടെ ഇരുന്ന് സന്തോഷിക്കും അതിന് ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഐഡിയ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു അനുശോചന യോഗം നടത്താം ആ ഒരു ചടങ്ങിൽ വെച്ച് തന്നെ നമുക്ക് കുറേ പാവങ്ങൾക്ക് സാമ്പത്തികമായി സഹായം കൊടുക്കാം പിന്നെ കുറേ പേർക്ക് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ കൊടുക്കാം എന്നിട്ട് നല്ലൊരു അന്നദാന സദ്യയും നടത്താം എന്നിട്ട് ഒരു വലിയ ബില്ല് കൊണ്ടുവന്ന് എൻ്റെ കയ്യിലങ്ങ് തരികയും ചെയ്യാം അതിനല്ലേ നീ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വേണ്ടെങ്കിൽ വേണ്ട അവയില്ലാതൊക്കെ കണ്ട് അവിടെ നിന്ന് സന്തോഷിച്ച് കണ്ണ് നിറഞ്ഞ് അത് ആ ഒരു ഇതേ ഞാൻ ഉദ്ദേശിച്ചോളൂ അത് അത്രയും കണ്ണ് നിറയിക്കണ്ട അച്ഛനെ വേണ്ടെങ്കിൽ വേണ്ട നീ ആ വീടിന്റെ താക്കോലിങ് എടുത്തോണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ മുറ്റമൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അകത്തോട്ട് കയറിയില്ല ഞാനതൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊള്ളാം ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് അങ്ങ് വരാമേ താക്കോലിങ് എടുത്തോണ്ടോ ആ പുറകുവശത്തെ പട്ടിക ഇവിടെ വരുന്നാടി അങ്ങോട്ട് നീ അമ്മമ്മനെ സഹായിക്കാൻ പോണതല്ലേ അവളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണേ ജോലികൾ ഞാൻ കുറെ ചെയ്തതാ ഈ ചായ എടുത്ത് കുടിക്കുന്നത് ഷുഗർ വന്ന് ചാകും പട ചായ കാണാൻ പാടില്ല ക്ലീറ്റോന് അമ്മ
ആ അയ്യോ അങ്ങോട്ട് വലിച്ചാണ് അങ്ങോട്ട് അല്ലേ അല്ലേ എനിക്കടി കൊച്ചേ ദൈവമേ എൻ്റെ കയ്യിൻ്റെ ഇടയിലായി പോയടി കൊച്ചേ പോയി എന്ത് ചെയ്യാൻ പോവാ ഇനി എന്ത് ചെയ്യാൻ പോവാ ചെയ്യണ്ടേ ചെയ്യാതിരുന്നാലോ പോ തൂക്കാൻ പോണ ഞാൻ തൂക്കാം അമ്മ എന്തുവാ തൂക്കണ്ട ഞാൻ തൂത്തോളാം നല്ലപോലെ വൃത്തിയായിട്ട് തൂക്കണം ആ, എനിക്കറിയാം. അങ്ങോട്ട് തൂത്താണ് ഞാനൊന്ന് കാണട്ടെ നീ പഠിക്കണമല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോ നല്ലപോലെ തൂക്ക് ഓ ഇതിനേക്കാളും നല്ലത് ഞാൻ തൂക്കോ നല്ലപോലെ ഓ തൂക്കം എന്നാ പെട്ടെന്ന് തൂത്തിട്ട് കയറി വാ അകമൊക്കെ ഒന്ന് തുടയ്ക്കണം ക്ലീറ്റോ റെഡിയായോ? ഓ റെഡിയായി വാ വാ ആദ്യം തന്നെ ആ, ബിഷോപ്പർ ഏ? ബിഷോപ്പർ ആ ഇത് എന്തിനാ ക്ലീറ്റ് ഈ പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ട് വെള്ളം ഇട്ടുണ്ട് പോണേ? ആ എടി വെള്ളയുടെ മഹത്വം നിനക്കറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്ന് പച്ചക്കറി കടയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവന് 1/2 കിലോ എടുക്കുമ്പോൾ അറിയാതെ അവൻ്റെ കൈ 1 കിലോ എടുത്ത് തരും നമുക്ക്. അത് ഞങ്ങളെ ഇതിൻ്റെ ഒരു ഇതാണ്. എന്നാ പോയിട്ട് വാ. പൈസ എടുക്ക് പൈസ എടുക്ക് പൈസ എടുക്ക് പൈസ എടുക്ക്. ചിരിക്കണ്ട, നാളെ മുതൽ അവിടെയും വെക്കൂല. മതി 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 ക്ഷീണിച്ച് അയ്യോ തീർന്നേ പിന്നെ അവിടെ അങ്ങോട്ട് മാറി ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. എന്താണിത്? അമ്മമ്മയും ചെറുമോളും കൂടെ വല്ലതും നടക്കുവോ? അല്ല എങ്ങോട്ട് പോണേ? ഞാൻ റോഡ് വരെ പോകണം, 1-2 ചെറിയ ആവശ്യമുണ്ട്. എന്തോന്ന് ആവശ്യം? അതൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് വാ, ഒരു കൈത്താങ്ങ് ഒന്ന് സഹായിച്ചിട്ട് പോ. ഞാൻ അങ്ങോട്ട് സഹായിക്കാൻ വന്നാലേ ഉച്ചയ്ക്ക് മേശപ്പുറത്തിരിക്കുമ്പോ വിഴുങ്ങാൻ ഒന്നും കാണുമോ? എന്നാ വേണ്ട എന്നാ വേണ്ട പോ പോ പോ. പിന്നെ എനിക്ക് പകരമല്ലേ ഞാൻ അവളെ അങ്ങോട്ട് വിട്ടു തന്നേക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കടി. ഓ ഞാൻ ഇത്രയും തൊട്ടിട്ട് ഞാനാ അതെ, 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 അവൾക്ക് കുറച്ച് ക്ഷീണിച്ച് നന്നായിട്ട് ക്ഷീണിച്ച് മതി, മതി, ചവറാക്കിയ ഞാൻ പൂ മാത്രം ഇട്ടുള്ളൂ, ബാക്കിയൊക്കെ ഡാഡി പിന്നെ 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 ഡാഡി. അമ്മ ഞാൻ ഇവിടെ ഇരിപ്പുണ്ടേ. ഓ തള അയ്യോ എന്ത് പറ്റി? എന്തോരു പൊടി എന്തോരു പൊടി എന്തോരു പൊടി അയ്യോ. അപ്പൂപ്പനെ കാണുന്നില്ല. അയ്യോ അപ്പൂപ്പ എവിടെ പോയി? അപ്പൂപ്പൻ എവിടെ പോയി? നോക്കട്ടെ. കബീർദാരെ കാണുന്നില്ല. തങ്കം. ഒരു മിനിറ്റ് പോയിട്ട്. Alien versus Alien.